ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ഡേ ഇൻ ഹോസ്റ്റലാണ് കാണിക്കുന്നത്. കാലത്ത് എഴുന്നേറ്റു. ഞങ്ങളുടെ ആ ബെഡ് മൂടി കിടക്കുന്നുണ്ട്. അത് തണുപ്പും ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടും പ്രൈവസിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കാലത്ത് എഴുന്നേറ്റ് പോയിട്ട് ബ്രഷപ്പൊക്കെ ചെയ്തതിന് വന്നതിന് ശേഷം ഞാനൊന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. എന്നും പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്, അതിങ്ങനെ കാണിക്കാറില്ല ഞാൻ. പക്ഷെ ഒരു നല്ല മൈൻഡിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇന്നൊരു സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് ഇതാണ്. മുൾട്ടാണി മുൾട്ടിയാണ് തേക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തേച്ച് കഴിഞ്ഞിട്ട് അത് കഴുകി കളയാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ കഴുകി കളയാനൊക്കെ പറ്റും. എന്നും ഇത് ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല. ആഴ്ചയിൽ ഒരു 2 ടൈംസൊക്കെ പറ്റത്തുള്ളൂ. കാരണം സ്കിന്ന് എന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്കിൻ ഡ്രൈ ആവും. അതുകൊണ്ടാണ് എന്നും ഉപയോഗിക്കാൻ പറ്റാത്തത്. ഇതൊരു കളിമണ്ണിൻ്റെ പ്രൊഡക്റ്റ് ആണെന്നാണ്, കളിമണ്ണാണ് പ്രൊഡക്റ്റ് എന്നല്ല, കളിമണ്ണാണത്. ഇതാണ് കേട്ടോ തേച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്ക്. അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ച് വന്നു കേട്ടോ. കുളിച്ച് വന്നതിന് ശേഷം ചെറിയൊരു മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ഇന്ന് പഠിക്കാനിരുന്നു. ഞാനൊരു ഇംഗ്ലീഷിൻ്റെ കോഴ്സിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹാപ്പി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട്. അത് ഇടയ്ക്ക് വെച്ച് എനിക്ക് എക്സാമൊക്കെ വന്നപ്പോൾ ഞാനത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് നാളായിട്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാനത് വീണ്ടും തുടങ്ങി കണ്ടിന്യൂ ചെയ്തു. കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിച്ച് അതിൻ്റെ നോട്ട്സൊക്കെ എഴുതി. വീഡിയോസായിട്ടാണ് അവർ അയക്കുന്നത്. അവരുടെ ആപ്പിൽ നോട്ട്സൊക്കെ എഴുതിയെടുത്തു കേട്ടോ. ഡിലേ ആയതുകൊണ്ട് തന്നെ 3 വീഡിയോളം ഞാൻ കണ്ട് പഠിച്ചു. ആദ്യം ഞാൻ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷമാണ് കേട്ടോ നോട്ട്സൊക്കെ എഴുതിയെടുത്തത്. എൻ്റെ ഹാൻഡ് റൈറ്റിങ് കുറച്ച് നാൾ എഴുതാതിരുന്നതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതിനിടയ്ക്ക് എനിക്ക് വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ഇത് അപ്പുറത്തെ റൂമിലെ പിള്ളേരെ എനിക്ക് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ ഇത് അതിൽ നിന്നൊരു പീസ് എടുത്ത് കഴിച്ചു. പിന്നെ കടല ഉണ്ടായിരുന്നു എടുത്ത് കഴിച്ചിട്ട്. വിശന്നിട്ട് വയ്യായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഡൂഡിൽ ആർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴത്തേനൊക്കെ മടുത്ത് കേട്ടോ. പഠിച്ച് മടുത്തപ്പോൾ ചെയ്തതാണ് ഈ ഡൂഡിൽ ആർട്ട് എന്ന് പറയുന്നത്. അത് ഞാൻ വിചാരിച്ച പോലെ അത്ര ഭംഗിയിലെത്തിയില്ല. കാരണം ഞാനത് വിചാരിച്ചൊരു ഡിസൈൻ ആയിരുന്നില്ല. ഇത് ഉച്ചയ്ക്കത്തെ ഫുഡാണ് കേട്ടോ. ഇന്ന് പപ്പടം ഉണ്ടായിരുന്നു. ഒരു 2 പപ്പടം എനിക്ക് കിട്ടിയിട്ട് എനിക്ക് അറിയാൻ പാടില്ല എന്തുകൊണ്ടാണ് തന്നേന്നുള്ളത്. പപ്പടവും സോയ എന്ന് പറയും, സോയ ഇങ്ങനെ ഒരു കറി പോലെ വെച്ചിട്ടുള്ളായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളത് പിടിച്ചു കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടി എടുത്തായിരുന്നു. കൈ അങ്ങോട്ട് ചെറുതായിട്ട് പൊള്ളി. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ബൈ.